പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാവുന്നത്? ഞാൻ എൻ്റെ മോളോട് ചെയ്യുന്നത് വലിയ ചതിയല്ലേന്ന് ഓർത്തു പോവാണ്. അതിനെന്താ നീ അങ്ങനെ കരുതുന്നത്? അവൾ വലുതാവുമ്പോൾ അവളോട് പറയാം, നിന്റെ ജീവൻ രക്ഷിക്കാനാണ് നീ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന്. പക്ഷേ തരുണിൻ്റെ മനസ്സിനെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? വീണ്ടും തരുണിനോട് എങ്ങനെ ഈ സത്യങ്ങളൊക്കെ പറയും? വേദയുടെ ആകുലത അമ്മയെ അറിയിക്കുന്നുണ്ട്. ഇപ്പം മോള് ഒന്നും ചിന്തിക്കേണ്ട, നീ ഒരു സ്വയം കാലിൽ നിൽക്കണമെന്നേ ഈ അമ്മയെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും സത്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താം. അങ്ങനെ അവിടേക്ക് വരുന്നുണ്ട് ഗൗരിമോളെ. എല്ലാവരും മാളിലേക്ക് പോവാൻ തയ്യാറായിക്കോ, അച്ഛമ്മയും കൂടെ വരണം. ഞാനില്ല മോളെ, നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് വാ. അച്ഛമില്ലാതെ ഞങ്ങൾ പോവില്ല. അപ്പോഴേക്കും തരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. വേദ ടെൻഷനായിരിക്കുന്നത് കാണുമ്പോൾ വേദയോട് പറയും, എന്തിനാ നീട്ടിങ്ങനെ ടെൻഷനായിരിക്കുന്നത്? നിന്റെ തീരുമാനം തന്നെയായിരുന്നു ശരി, ഞാനതവിടെ പറയുകയും ചെയ്ത്. ആ ഡിസിഷൻ തന്നെയാണ് ശരിയെന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അമ്മയും കൂടെ വാ മാളിൽ, മോളുടെ ആഗ്രഹമല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്തു പോകാമെന്ന്. അങ്ങനെ ഗൗരിമോള് മുത്തശ്ശിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അപ്പുമോളെയാണ് കേട്ടോ. വിക്രമിൻ്റെയും മുത്തശ്ശൻ്റെയൊക്കെ അടുത്ത് വിക്രമൻ ചെറിയച്ഛനെ കണ്ടതും അപ്പുമോൾ ഓടി വരുന്നുണ്ട്. ചെറിയച്ഛ എന്നും വിളിച്ചുകൊണ്ട്, അപ്പുമോളെ നീ അങ്ങ് മാറിപ്പോയല്ലോ, ഒരുപാട് വലുതായി, മുഖമാകെ മാറിപ്പോയി. ചെറിയച്ഛന് പക്ഷേ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കാണ്. ഇവളെ വർത്തമാനം കേട്ടാൽ നീ പോലും അന്തം വിടും. ഇവർ പറയും ഞാൻ വേദച്ചെറിയമ്മയെ പോലെയാണെന്ന്. വേദച്ചെറിയമ്മയുടെ പോലെ അത്രയൊന്നും വിവരവും ബുദ്ധിയൊന്നും എനിക്കില്ല. എന്നാലും നമുക്ക് വേദച്ചെറിയമ്മയെ കണ്ടുപിടിക്കണം. ചെറിയച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. നല്ല സ്ഥലത്തേക്കാണല്ലോ നീ കൊണ്ടുവരാൻ നിന്നത്. അപ്പോൾ മോൾ അങ്ങനെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ റീപ്ലൈ പറയുന്നുണ്ട്. ആ സമയം അപ്പം മോൾ പറയും, അതിനെ എൻ്റെ ചെറിയച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, സർക്കാരിന് നാണക്കേട് തോന്നുന്നത്. അവരാണല്ലോ വെറുതെ ഒരാളെ പിടിച്ച് ഇത്രയും വർഷം ജയിലിൽ ഇട്ടതെന്ന് പറഞ്ഞ് അപ്പുമോൾ പഠിക്കാനുള്ള ബുക്കും എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയം സുധാകരൻ മാഷ് വിക്രമിനോട് പറയാണ്, ശ്രീജയും വിഷനും പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അവർ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്, നമ്മളും കൂടെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് വിക്രം പറയുന്നതാണ്. അതിനുശേഷം കാണിക്കുന്നത് വേദയും ഗൗരിമോളും തരുണും അമ്മയും എല്ലാവരും മാളിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ വരാണ്. അവരെ ഫോളോ ചെയ്ത് 2 വണ്ടികൾ പുറകെ ഉണ്ടാവും. ഗൗരിമോൾ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നുണ്ടാവും. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും യാത്ര ചെയ്യുമ്പോൾ അമ്മ എന്താ മുമ്പിലിരിക്കാത്തത്? സ്കൂളിലെ അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് കുട്ടികളുടെ അമ്മമാരൊക്കെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത്. ആ സമയം വേദ പറയും, എനിക്ക് മുമ്പിലിരുന്നാൽ ഛർദ്ദിക്കാൻ വരും, അതാണ് മോളെ എന്ന് പറഞ്ഞ് ഗൗരിമോളോട് അങ്ങനെയാട്ടോ പറയുന്നത്. അതിനുശേഷം അവർ വാഹനത്തിന് പുറകെ ഏതൊരു വാഹനം ഫോളോ ചെയ്യുന്നുണ്ട കാര്യം തരുണ് മനസ്സിലാക്കാണ്. അങ്ങനെ ഒരു ചെറിയ ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കാട്ടോ. ഭാഗ്യത്തിന് വലിയ പരിക്കുകളൊന്നുമില്ല. എന്നാൽ ഗൗരിമോളുടെ നെറ്റി പൊട്ടുന്നുണ്ട്. വലിയ ഭയത്തോടു കൂടെ ഗൗരിമോൾ നിലവിളിക്കാണ്. ആ സമയമാണെങ്കിലും രാത്രി സ്വപ്നം കണ്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ കണ്ട് നെറ്റി ഉണരുന്നുണ്ട് വിക്രം. അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അന്നേരത്ത് പറയും, ഒരു കുട്ടിയുടെ നിലവിളി പോലെ. അത് നിൻ്റെ തോന്നലായിരിക്കും, അറിയില്ല. വേദയും ഞാനും ആഗ്രഹിച്ച ആ കുഞ്ഞ് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വളർന്നിട്ടുണ്ടാവും. ചെറുപ്പം തൊട്ടേ അമ്മ മരിച്ച ആ ദിവസം മുതലേ ഞാനൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ വെള്ളമെടുക്കാനായിട്ട് പോവാണ്. ഈ സമയം ഗൗരിമോളെ ഹോസ്പിറ്റലിലാക്കിയിട്ട് നേരെ തരുൺ പോകുന്നത് ദേവരാജൻ്റെ അടുത്തേക്കാണ്. കോളിംബെല്ലിൻ്റെ ശബ്ദം കേട്ട് ദേവരാജൻ രാത്രി 12 മണിക്ക് എണീറ്റ് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് തരുണിനെയാണ്. തരുണിനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഭയക്കുന്നുണ്ട്. അങ്ങനെ മകളെയും ഭാര്യയും ഒക്കെ വിളിച്ചുണർത്തുന്നുണ്ട്. മകൾക്ക് ഇതൊക്കെ പേടിയാണെന്ന് ദേവരാജ് പറയുന്ന സമയത്ത് അത് ദേവരാജന് പറയാം, എൻ്റെ കൂടെയും ഒരു കുഞ്ഞുണ്ടായിരുന്നു, അവൾക്കിതൊക്കെ ഇഷ്ടമാണെന്നാണോ ദേവരാജൻ്റെ മനസ്സിലിരിപ്പ്? അങ്ങനെ ദേവരാജന് നല്ല ഡയലോഗ് കൊടുത്തുകൊണ്ട് തന്നെ തരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. തരുണ് ആ സമയം ദേവരാജൻ്റെ ഭാര്യ ആകെ ഭയത്തോടു കൂടെ തരുണൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ദേവരാജന് തന്നെ തൻ്റെ കുടുംബത്തിൽ കയറി തരുൺ കളിക്കുമെന്ന് കരുതി വല്ലാതെ ഭയന്ന് നിൽക്കുന്നുണ്ട്. ദേവരാജൻ്റെ പണിയായിരിക്കും ആ ആക്സിഡൻറ്റ് പിന്നിലെന്ന കാര്യം അവൾക്ക് മനസ്സിലായി കാണും. ഈ സമയം ഗൗരിമോൾ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് കളിച്ചു ആകെ കരഞ്ഞോണ്ടിരിക്കുക. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാണ്. മുത്തശ്ശിയോ വേദയോ ഒന്നും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരേ വാശിയാണ്. അവനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ സമയം തന്നെ തരുൺ അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനും മോളും തമ്മിലുള്ള ആ ബോണ്ടിങ് കാണുമ്പോൾ തന്നെ വേദയ്ക്ക് വല്ലാതെ ഭയം തോന്നാണ്. അവൾ ഒരിക്കലും
അച്ഛനെ വിട്ട് പോവാത്തൊരു പോലെ വേദയ്ക്ക് തോന്നുക. രണ്ടുപേരെയും പറ്റിക്കുന്ന പോലെയൊക്കെ വേദയ്ക്ക് തോന്നി. വല്ലാതെ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനെ കണ്ടതും ഗൗരിമോൾ ഹാപ്പിയായി. അച്ഛനും മകളും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നേരെ പിന്നീട് അവർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വേദയുടെ മനസ്സിലെ ആ ഒരു വിഷമം അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ട്. വീട്ടിലെത്തിയ പാടെ തന്നെ അവർ ആ ഒരു വേദയുടെ ബാഗിൽ നിന്ന് ഒരു ഫോണിന് ശബ്ദിക്കുകയാണ്. ഫോൺ നോക്കുന്ന സമയത്ത് ശങ്കരനാരായണനായിരിക്കും വേദയെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ആ സമയം ആ കോള് അറ്റൻഡ് ചെയ്യുന്നത് മറ്റാരുമല്ല അമ്മയായിരിക്കും. അമ്മയോടാണെന്ന് വേദയാണെന്ന് കരുതി ശങ്കരനാരായണൻ പറയണം, ഹലോ മോളെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വിക്രം ജയിലിൽ നിന്നിറങ്ങി. അവൻ തെറ്റുകാരനല്ലെന്ന് കോടതിക്ക് ബോധ്യമായി. അവനെ വെറുതെ വിട്ടു എന്ന് പറയാണ്. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? അന്നേരത്ത് ആണെങ്കിലും അമ്മ കരുണിൻ്റെ അമ്മ പറയും, ഞാൻ വേദയല്ല, പക്ഷേ ശങ്കരനാരായണനെക്കുറിച്ച് അവൾ പറഞ്ഞിട്ട് എനിക്കറിയാം. അവളിപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. അപ്പോൾ വിക്രമിൻ്റെ കുഞ്ഞ്, അവളുടെ കുഞ്ഞ് മരിച്ചുപോയി. ഇപ്പോൾ അവളെ ഒപ്പമുള്ളത് എൻ്റെ മകൻ്റെ കുഞ്ഞാണ്. എൻ്റെ മകൻ്റെ കുഞ്ഞിന് അവളെ ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവൾ അമ്മയായിട്ട് തന്നെയാണ് കുഞ്ഞ് കാണുന്നത്. അങ്ങനെയാ അവൾ ഇതിനെല്ലാം സമ്മതിച്ചത്. അവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവൾ നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവളെ ഓരോ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തിരികെ വിളിക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. സന്തോഷത്തോടെയാണ് അവളും ഞങ്ങളിവിടെ കഴിയുന്നത്. ഇനി അതിനൊരു മാറ്റമുണ്ടാവരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അവരെന്തിനങ്ങനെ പറഞ്ഞു എന്ന് പോലും മനസ്സിലാവും. വേദിയോട് ഇങ്ങനൊരു ചതി തരുണിൻ്റെ അമ്മ ചെയ്യുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് അവർ വേദയുടെ ബാഗിൽ തന്നെ വെക്കുക. പിറ്റേ ദിവസം വിക്രമിനെയാണ് കാണിക്കുന്നത്. ബൈക്കിൽ പോകുന്ന വിക്രമിനെ പോലീസ് തടഞ്ഞു നിർത്തി ഹെൽമറ്റും ഇൻഷുറൻസൊക്കെ ലൈസൻസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ സാബ് പോലീസ് ആയിരിക്കും അവിടെ വിക്രമിൻ്റെ കയ്യിൽ മയക്കുമരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ നടു റോഡിൽ വെച്ച് വിക്രമിനെ കൊണ്ട് ഷർട്ടെല്ലാം അയപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവനെ എല്ലാം ചെക്ക് ചെയ്യാട്ടോ. സാറേ വേണ്ട, ഞാൻ മാന്യമര്യാദക്കാണ് ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നത്, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വിക്രം പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രേയയുമായിട്ട് സംസാരിക്കുന്ന വേദയാണ്. വേദ തൻ്റെ ഉള്ളിലെ ടെൻഷൻ പറയുന്നുണ്ട്. തരുണിനോട് എങ്ങനെ സത്യം പറയുമെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരത്ത് അവിടേക്ക് തരുണിൻ്റെ അമ്മ ഒരു ഗ്ലാസ് ചായക്കപ്പുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ? അമ്മേ, എനിക്ക് തിരുവനന്തപുരത്ത് വരെ പോകണം. എന്താ ജയിലോട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, വിക്രമിനെ കാണാൻ പോകാനുള്ള ഒരു ഇതിലായിരിക്കും വേദ. അന്നേരം ആ അമ്മ പറയും, ആ മോളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ്, മോളെ ഒരിക്കലും തടയില്ല. എന്നിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നീ തരുണിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പോലും ആർക്കും മനസ്സിലാവുന്നില്ല. അന്നേരത്ത് ശ്രേയ പറയും, തരുണിനെയും നിന്നെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇവരെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവാനൊന്നുമില്ല. എന്നെപ്പോലെ തന്നെ അവരും സ്വന്തം കുഞ്ഞിന് വേണ്ടി തന്നെയാണ് അവർ ഈ റിസ്ക് എല്ലാം എടുക്കുന്നത്. പിന്നീട് വിക്രം താമസിക്കുന്ന വീട്ടിൽ വിഷ്യൻ്റെ ആ ഒരു മസാലപ്പൊടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പോലീസും ശ്രീകാന്തും കൂടെ അവിടേക്ക് വരാം. ഇതിൽ മസാലപ്പൊടികൾ തന്നെയാണോ കയറ്റിക്കൊണ്ടു പോകുന്നത്? വിക്രമുള്ള വീടാ, വേറെ വല്ലതും നിങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നുണ്ടെന്ന് ചോദിച്ച് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ കൂടെ വന്ന പോലീസുകാരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണമെന്ന് വിക്രം പറയുമ്പോൾ അതോടുകൂടെ തന്നെ ശ്രീകാന്തിന് നല്ല ഡയലോഗ് അടിച്ചു കൊടുക്കുന്നുണ്ട് വിക്രം. അതോടുകൂടെ അതെല്ലാം ആ ഒരു ചെക്ക് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. വിക്രമിന് മനസ്സിലാകുന്നുണ്ട് താൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഈ വീട്ടിലുള്ളവർക്ക് ഒരിക്കലും മനസമാധാനം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കി വിക്രം ശ്രീയടുത്തിയോട് പറയും, ശ്രീയടുത്തി അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടുന്ന് മാറിക്കോളാം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെയൊക്കെ ആട്ടോ ഈ 2 എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് ഇത്. അടുത്ത 3 എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.